നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്കും വളരെയധികം ഇഷ്ടപ്പെട്ടത്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന അവൽ നനച്ചത്. അപ്പൊ നമുക്കിന്ന് അവൽ നനച്ചിട്ട് വരാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. അപ്പൊ ഈ വെള്ള അവൽ വെച്ചിട്ടാണ് നനയ്ക്കാൻ പോകുന്നത്. ഈ അവല് നനച്ചത് നിങ്ങളെ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ, കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, വെള്ള അവലും അല്പ ഏലക്കാപ്പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ ഇന്ന് അവല് നനയ്ക്കാൻ പോകുന്നത്. ചിലര് പഴമൊക്കെ ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ പഴമൊന്നും ചേർക്കണില്ല. നേരിട്ട് തേങ്ങയും ശർക്കരയും അവലും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയാണ് അമ്മൂമ്മമാരൊക്കെ പണ്ട് എളുപ്പത്തിനുണ്ടാക്കാറുള്ള അവൽ നനച്ചത്. ഇതാണ് ശരിക്കും അവൽ നനച്ചത് എന്ന് പറയുന്നത്. ഇത് ദഹിക്കാൻ എളുപ്പമായതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഒരുപോലെ അനുയോജ്യമാണ്. പിന്നെ അവലില് കാർബോഹൈഡ്രേറ്റ് ധാരാളം ഉണ്ടെന്നാ പറയുന്നത്. അത് ശരീരത്തിന് പെട്ടെന്ന് ഊർജവും നൽകും. അതുകൊണ്ട് ഇത് കുട്ടികളും പ്രായമായവരും ഒക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ഞാൻ ഇന്ന് എന്റെ 4 മണി പലഹാരമായിട്ട് ഈ അവല് നനച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഇന്നത്തെ എന്റെ 4 മണി പലഹാരം ഇതാണ്. കൂടാതെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട നിവേദ്യങ്ങളിലൊന്ന് ആവല്. അതൊക്കെ കൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ അവല് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നിവിടെ നമുക്ക് 4 മണി പലഹാരമായിട്ട് അവലങ്ങ് നനച്ചാലോന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ 4 മണി പലഹാരമാണ് അവൽ നനച്ചത്. അപ്പൊ അത് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിത്. കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാനിത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ അവല് നനയ്ക്കാൻ എല്ലാവരും സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തന്നെ ഒന്നും അല്ല കേട്ടോ. കാരണം ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കിയപ്പം എനിക്ക് തോന്നി അത് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.